നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. അദ്ദേഹം എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ബാബുസ്വാമി നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് തത്സമയാണെന്ന് തോന്നുന്നു. ഞാൻ ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാബുസ്വാമി അപ്പൊ നമ്മുടെ ബാബുസ്വാമിയെയും അതിന്റെ റിയാക്ഷനുമാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേര് ഈ വീഡിയോ എടുത്ത് ചെയ്തേപ്പോണ്ട് അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ഫ്യൂഷൻ പോലെ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. ആരും സ്കിപ്പ് അടിച്ചു പോകല്, അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ അഭിനയമാണെന്ന് ഉള്ളത് ഒന്ന് കമന്റ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വേദി നമ്പർ 1 ബാബുസ്വാമിക്ക് വേണ്ടി ആദ്യം എത്തുന്നു. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് നിങ്ങൾ ആരും പോവരുത്. വെയിറ്റ്, പൊട്ടിച്ചിരിക്കാനുള്ള വക ഇനിയും ഉണ്ട്. ചെസ് നമ്പർ 2 വിളിക്കാം. അവരുടെ അവതരണം ഒന്ന് കാണാം. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല. എന്നൊന്നും ഞാൻ പറയില്ല. തുറന്നൊന്ന് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. ബാബുസ്വാമിയെ കൊണ്ട് ഒരു തരത്തിലെ ദുരിതമില്ല. ചിരിച്ചു മനുഷ്യന്റെ ഉതപ്പലങ്ങി. അപ്പൊ നമുക്ക് ചെസ് നമ്പർ 3 വിളിക്കാം. അവരുടെ ആക്ടിങ് ഇവിടെ ഒന്ന് കാണാം. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് ഇതൊന്നും കാണാൻ വയ്യ. എന്തൊരു രസമാണ് ഇതൊക്കെ കാണാന്. എന്തുവാടേ ഇതൊക്കെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും. അടിപൊളി വീഡിയോകളാ. എങ്ങനെ അഭിനയിക്കുന്നോ ആവോ ഇവരൊക്കെ. നമ്മുടെ ദേവി ചേച്ചി ബാബുസ്വാമിയെ കുറിച്ച് പറയുന്ന 2 വാക്കുകൂടെ നമുക്ക് ഇതിനിടയ്ക്കൂടെ കേൾക്കാം. ആ മനുഷ്യനെ ഇതുവരെ ആരെങ്കിലും അറിയുമായിരുന്നോ? ആ ബാബുസ്വാമി. പക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ, ഇന്ത്യക്ക് വെളിയിലേക്കും അറിയും. അതാ ഓരോ ആളുകൾക്കും അറിയപ്പെടാനും ഒക്കെ ഓരോ സമയമുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹവും ആ ബാബുസ്വാമിയും ഞാനും ഒക്കെ ആ വീഡിയോസ് ഇവിടെ കിടപ്പുണ്ട്. അതില് ബാബുസ്വാമി ഇങ്ങനെയൊക്കെ എടുക്കുന്നില്ലേ? പക്ഷെ വേറെ ഏതെങ്കിലും സ്വാമിമാരെങ്ങനെ എടുക്കുവോ? സന്യാസിമാരെങ്ങനെ കൂടെ നിന്ന് ആനന്ദിക്കുവോ? ഇല്ല. അത് മാത്രമല്ല, അദ്ദേഹം നല്ല ധൈര്യമുള്ള ആളാ. അത് മാത്രമല്ല, അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഏകദേശ സന്യാസിമാരും എന്നോട് പറഞ്ഞത് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരായിരിക്കും. കാര്യം സന്യാസിമാർക്കിടയിൽ സെലിബ്രിറ്റി ആയ ദേവി ചേച്ചിയെ ആർക്കും അറിയാതിരിക്കത്തില്ല. അപ്പോൾ അത് വേറെ വിഷയം. അപ്പോൾ നമുക്ക് ചെസ് നമ്പർ 4 വിളിക്കാം. ആ അഭിനയം ഒന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ആരും പോകല്, മാക്സിമം അവസാനം വരെ കാണുക. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. ഒരുത്തിനെ എടുത്ത് കളഞ്ഞു. ഇത്രയും തെറി പറയണ നിങ്ങളെ ദേവിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. എടാ മൈര, എൻ്റെ പേരാണ് ദേവി. നിനക്ക് പറ്റുമെങ്കിൽ നീ വിളിച്ചാൽ മതിയുടെ മണ്ട വിട്ടി.
എത്രയോ പേര് ഇത്ര ദേവിന്ന് പേരുള്ളവർ എത്രയോ പേര് തെറി വിളിക്കുന്നു. നിനക്ക് അവരെ പേര് വിളിക്കാൻ പറ്റുമോ? നീ ആദ്യം നിന്റെ അഹങ്കാരം കളയും. എന്നെ ഒരു സഹജീവിയായിട്ട് കാണണം. എങ്ങാണ്ട് കിടണം തെണ്ടി നാറി. നീ എന്നെ ദേവിയായിട്ട് കാണാതെ ഒരു പേരിന്റെ ഉടമയായിട്ടൊന്ന് കണ്ടു നോക്കൂ. വിവരദോഷി, വിവരം കാണാൻ വയ്യ. നമുക്ക് അന്നേരം ചെസ്റ്റ് നമ്പർ 5 വിളിക്കാം. പിന്നെ ബാബുസ്വാമി, എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴും ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് അയ്യോ, ബാബുസ്വാമിയും കുറെ ആൾക്കാരും ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും നമ്മള്. അപ്പൊ ചെസ്റ്റ് നമ്പർ 6 വിളിക്കുകയാണ്. അവരോട് അഭിനയം കാണാം. പിന്നെ ബാബുസ്വാമി, എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴും ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ചെസ്റ്റ് നമ്പർ 7 വിളിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയോട് കൂടി ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. പിന്നെ ബാബുസ്വാമി, എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ വീഡിയോ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ഞാൻ ഒരുപാട് വീഡിയോ കണ്ട് അതിൽ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിരിച്ചൊരു വഴിയായി. എന്തായാലും ബാബുസ്വാമിയും ബാബുസ്വാമിയുടെ നൃത്തവും അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു കണ്ടന്റ് എന്ന ദേവി ചേച്ചിക്ക് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക്